അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്ന ദാരിദ്ര്യത്തെ പറ്റിയാണ്. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം എന്ന് വെച്ചാൽ ദാരിദ്ര്യം വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യം എന്നത് ഒരു കുറച്ചലല്ല, ഒരു മനുഷ്യൻ്റെ കഴിവുകേടല്ല. അത് നമുക്ക് പടച്ചോൻ തരുന്നത് പടച്ചോനിൽ നിന്ന് തന്നെ വരുന്നു. നമ്മുടെ കഴിവിൽ ഒരു കാര്യവും വരില്ല. ഒരു കാര്യം പടച്ചോൻ്റെ കഴിവുണ്ടെങ്കിലേ ഉണ്ടാവും. നമ്മൾ പരിശ്രമിക്കല്ലാതെ പടച്ചോൻ വിചാരിക്കാണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പം നമ്മക്കളോട് സ്നേഹമുള്ളതുകൊണ്ട് പടച്ചോന് നമുക്ക് തിരിച്ചറിവ് തരുന്നതാണ്. കാരണം നമുക്ക് ഉണ്ടാവുന്ന തിരിച്ചറിവാണ് നമ്മുടെ വിജയം. അതായത് ഒരു മനുഷ്യനെ പടച്ചോൻ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് ഓരോരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങളെപ്പറ്റി നമുക്ക് ഓരോരുത്തരോട് നമ്മൾ പറയൂല. ഓരോരോ വ്യക്തിയും നമ്മൾ വിചാരിക്കും ഓല് വലിയ പൈസക്കാരാണ്, ഓലിക്കൊരു വിഷമങ്ങളും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതൊക്കെ വെറുതെയാണ്. പിന്നെ നമുക്ക് ഈ രോഗം തന്നാൽ നമ്മൾ അത് മാറാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നു. അതേപോലെയാണ് നമുക്ക് പടച്ചോന് പരീക്ഷണങ്ങൾ തരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ എന്താക്കുന്നു? നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ തിരിച്ചറിവും നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. മനുഷ്യന്മാരെ തിരിച്ചറിയാൻ പറ്റും ദാരിദ്ര്യം വന്നാൽ. പൈസ ഇല്ലാണ്ടായാൽ നമുക്ക് ഓരോരോ മനുഷ്യന്മാരെ പറ്റും. പൈസ ഉള്ള സമയത്ത് നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു കുട്ടീനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പൈസ ഇല്ലാത്തപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ മനസ്സും തിരിച്ചറിയാനുള്ള പ്രതിരോധ ശേഷി ആര് തരും? നമുക്ക് ഈ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന നമുക്ക് കിട്ടും. അത് വലിയ തിരിച്ചറിവല്ലേ? അത് വലിയ തിരിച്ചറിവാണ്. പിന്നെ ഓരോരു ചുവട് വെപ്പും നമ്മൾ ചുവട് വെക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് എവിടെ കാല് വെക്കണം, എവിടെ കാല് വെക്കാൻ പറ്റൂല, നല്ലതെന്താ വിടക്കെന്താ എന്ന് തിരിച്ചറിയാനുള്ള ശക്തി ദാരിദ്ര്യം അനുഭവിച്ചവർക്ക് ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് ദാരിദ്ര്യം വന്നല്ലോ, എല്ലാവരും നല്ലോണം ജീവിക്കുന്നു, നമ്മളെന്താ ഇങ്ങനെ ജീവിക്കുന്നു? ഒരിക്കലും അത് നെഗറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാം പോസിറ്റീവായി എടുക്കണം. നെഗറ്റീവായി ഒരു കാര്യം നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം നശിക്കും, നമുക്ക് രോഗങ്ങൾ വരും, നമുക്ക് ഓരോരോ കാര്യത്തിലും ചെയ്യാനുള്ള ശക്തി കിട്ടൂല. നമ്മൾ എന്ത് നമ്മളെ പടച്ച് ഞാൻ പറയാനുള്ളത് എല്ലാ മതസ്ഥർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ സംസാരിക്കുന്നതല്ല. അതായത് എല്ലാ മതസ്ഥരും എനിക്ക് ഒരേ രീതിയാണ്, ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നു, എനിക്ക് ഒരേപോലെയാണ്. അതല്ല എനിക്ക് പറയാനുള്ളത് ഓരോരോ വ്യക്തിയെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഏറ്റവും വലിയ. കുറേ പണം ഉണ്ടായിട്ടോ കുറേ സ്വത്തുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാര്യമുണ്ട്, പണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ബാക്കിയുള്ള ഒരു കാര്യം നടക്കില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരിക്കലും പെടൂല, ഒരു സ്ഥലത്ത് നമ്മൾ
പെടൂല. ദാരിദ്ര്യം അനുഭവിച്ച ഒരു വ്യക്തി പെട്ടെന്നൊന്നും പോയിട്ട് ഒന്നിൽ ചാടൂല. അവർക്കറിയാം നമ്മൾ പോകുന്ന വഴി മുന്നോട്ടോ ബേക്കോട്ടോ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. എന്തെന്നാൽ അവർക്ക് MBBS വലിയൊരു MBBS ആണ് പടച്ചോൻ കൊടുക്കുന്നത്. എനിക്ക് പറയാനുള്ള എല്ലാ മതസ്ഥരോടും എനിക്ക് പറയാനുള്ള എല്ലാവരും മനുഷ്യന്മാരാണ്. ആരും നമ്മൾ മനുഷ്യന്മാർ, ഒരു മതം, ഒരു പുരുഷൻ, ഒരു സ്ത്രീ എന്ന് 2 ജാതികൾ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. അതുകൊണ്ട് ആര് നമ്മളെ തോൽപ്പിച്ചാലും നമ്മളെ തോൽപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെ തോൽപ്പിക്കുന്നവർ നമ്മളെ തോൽക്കൂല. ആരാ തോൽക്കുക? തോൽപ്പിക്കാൻ വിചാരിച്ചവർ തന്നെയാണ് തോൽക്കുക. അതുകൊണ്ട് ആരും ദാരിദ്ര്യം വന്നാൽ വിഷമിക്കരുത്. വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണു. അത് എനിക്ക് പറയാനുള്ള ടേബിളിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ, കുറച്ച് ഗ്ലാസ്, ഇതെല്ലാം സാധനങ്ങൾ, അതിൻ്റെ അടിയിൽ അതിൻ്റെ പാർട്സൊക്കെ നിൽക്കുന്നത്. ആ പാർട്സ് വീണ് കഴിഞ്ഞാൽ ഈ മേലെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്, അതാരായാലും മക്കളെന്നെ ആണോന്നില്ല, ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരും പോവും. നമ്മൾ മാത്രമല്ല വീഴുക, അവരും പോവും. അതുകൊണ്ട് നമ്മളെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മളായി കാലുറച്ച് നിൽക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.